ദേവിതൻ വാക്കുകൾ കേട്ടു ദൂതൻ ചെന്നു ദേവാരിയാകിയ സുംബനെ കേൾപ്പിച്ചാൻ. കോപം നുഴുത്തൊരു സുംബനും ചൊല്ലിനാൻ, നീ പോക സേനയോടും ധൂമ്രലോചന. ചെന്നു തലമുടി ചുറ്റിപ്പിടിച്ചിഴച്ചെന്നുടെ സന്നിധൗ കൊണ്ടുവന്നിടു നീ. രക്ഷിപ്പതിനുണ്ടൊരുത്തനവൾക്കെങ്കിൽ തൽക്ഷണേ കൊന്നു കളഞ്ഞാലുമാശു നീ. രക്ഷോവരനാകിലും ദേവനാകിലും യക്ഷനെന്നാകിലും ഗന്ധർവനാകിലും അന്തവ്യനില്ലൊരു സംശയമേതുമേ. ചിന്തിക്ക വേണ്ട വിരയേ വരിക നീ. മാനേന പോയാൻ 60,000 ദാനവന്മാരുമായി ധൂമ്രവിലോചനൻ. പ്രാലേയശൈലം പ്രവേശിച്ചു ചൊല്ലിനാൻ, നീലാരവിന്ദാക്ഷിയോടു ഗോപാന്തനാൻ. പോരികന്നോടുകൂടെ സുന്ദദൈത്യേന്ദ്രവീരൻ സമീപേ മടിക്കരുതേതുമേ. അല്ലായിലു ഞാൻ പിടിച്ചിടച്ചെത്രയുമല്ലൽപ്പെടുത്തങ്ങു കൊണ്ടുപോം നിർണയം. സുംബനം ത്രൈലോക്യനാഥൻ മഹാബലനും ബർക്കുലാരി നിയോഗേന വന്നു നീ. വൻപടയോടും പിടിച്ചിഴച്ചെന്നെയും വൻപോടു കൊണ്ടുപോകുന്നിതെന്തു ഞാൻ. ഓർത്താലരുതെന്നു ചൊല്ലുവാനാരുമേ, പാർത്താലതിങ്കലില്ലെന്നതു നിർണയം. എന്നതു കേട്ടവൻ കോപിച്ചു ദേവിയെ ചെന്നു പിടിപ്പാൻ തുടങ്ങും ദശാന്തരേ. ഹുങ്കാരശബ്ദേന ഭസ്മമാക്കിയിടിനാൻ ശങ്കാനിഹീനമസുരരും തൽക്ഷണേ. ശസ്ത്രാസ്ത്രശക്തി പരശുശൂലാദികൾ എത്രയുമേറ്റം പ്രയോഗിച്ചു കൂടുമ്പോൾ വാഹനമാകിയ സിംഹപ്രവരനും ആഹവത്തിനായടുത്താനതിദ്രുതം. ബാഹ്യപദാസ്യ നഗാദികളെ കൊണ്ടു സാഹസത്തോടു കൊന്നൊക്കെയൊടുക്കിയാൾ. ധൂമ്രാക്ഷനും പടയും നഷ്ടമാകയാൽ ധാമ്രാക്ഷനായിതു കോപേന സുംബനും. ചണ്ഡമുണ്ടന്മാരോടാശു ചൊല്ലിയിടിനാൻ, ചണ്ഡിയാം ദേവിയെ കൊണ്ടിങ്ങു പോരുവിൻ എന്നു പറഞ്ഞങ്ങയച്ചാനവരെയും. നന്നായി തൊഴുതവരും നടന്നിടിനാൻ. അധ്യായമാറുമിവിടെ കഴിഞ്ഞിതു ബുദ്ധി തെളിഞ്ഞിനി